പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു തആല ദീൻ ഇവിടെ നിലനിർത്തി തന്നത് കൃത്യമായ ഒരു പാരമ്പര്യത്തിലൂടെയാണ്. അത് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ സംഭാഷണം അവസാനിപ്പിക്കുകയാണ്. സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഒരു ഉദാഹരണത്തിലൂടെ പറയാം. ലോക ഗുരുവായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം തങ്ങൾ റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ചയാണ് വഫാത്തായത്. അവിടുത്തെ തിരുശരീരം ഖബർ ശരീഫിലേക്ക് വെച്ചത് ബുധനാഴ്ചയാണ്. ഇനി നിങ്ങളൊന്ന് സങ്കല്പിക്കുക, ചൊവ്വാഴ്ച ഒരാൾ ആ മദീനയിലേക്ക് കടന്നു വന്നു. അയാൾ ചോദിക്കുകയാണ്, ഇസ്ലാം എവിടെ, ഇസ്ലാം എന്താണ്? അന്ന് ഇസ്ലാമിനെ കുറിച്ച് രചിക്കപ്പെട്ട ഒറ്റ ബുക്കില്ല, ഹദീസിന്റെ ഒറ്റ ഗ്രന്ഥവും വ്യവസ്ഥാപിതമായി രചിക്കപ്പെടുകയോ പ്രസിദ്ധീകരിക്കുകയോ ചെയ്തിട്ടില്ല. സ്വഹാബത്തിന്റെ കയ്യിൽ മറുപടിയുണ്ട്. ആ മറുപടി എന്താണ്? തറക്തു ഫീകും അംറൈൻ ലൻ തദില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബുല്ലാഹി വസുന്നത്തു റസൂലിഹി. രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോവുകയാണ്. അത് നിങ്ങൾ സ്വീകരിക്കുന്ന പക്ഷം നിങ്ങൾ വഴിപിഴക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒന്നാമത്തേത് ഏതാണ്? കിതാബുല്ലാഹ്, അല്ലാഹുവിന്റെ ഖുർആനാണ്. രണ്ടാമത്തേത് സുന്നത്തു റസൂലിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുചര്യയാണ്. വന്ന ആളോട് പറഞ്ഞു അല്ലാഹുവിന്റെ ഖുർആനുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചര്യയുണ്ട്. അപ്പൊ അടുത്ത ചോദ്യം, അപ്പൊ അടുത്ത വിഷയം, അപ്പൊ അടുത്തൊരു ചോദ്യം, ഈ ഖുർആൻ എവിടെയാണ്? ഈ സുന്നത്ത് എവിടെയാണ്? ഈ ഖുർആൻ എവിടെയാണ്? ഈ സുന്നത്ത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ അന്ന് ഇന്നത്തേതുപോലെ മുസ്ഹഫ് പ്രിന്റ് ചെയ്ത് ഇറക്കിയിട്ടില്ല. ഹദീസിന്റെ ഒറ്റ ഗ്രന്ഥവും രചിക്കപ്പെട്ടിട്ടില്ല. ലോകപ്രസിദ്ധമായ ആധികാരിക ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഒന്നാം നിരയിൽ പ്രമുഖമായ മഹാനരായ ഇമാം മാലിക് തങ്ങൾ രചിച്ച മുവത്ത രചിക്കപ്പെട്ടിട്ടില്ല. ഇമാം മാലിക് തങ്ങൾ ജനിച്ചിട്ടില്ല. ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും സ്വീകാര്യമായ കിതാബ് ഏതാണ്? അസ്ഹഹുൽ കുതുബി ബഅദ കിതാബില്ലാഹ് സ്വഹീഹുൽ ബുഖാരി. സ്വഹീഹുൽ ബുഖാരി രചിക്കപ്പെട്ടിട്ടില്ല. ഇമാം ബുഖാരി തങ്ങൾ ജനിച്ചിട്ടില്ല. അപ്പൊ പിന്നെ അന്ത്യനാൾ വരെയുള്ള ജനങ്ങൾക്ക് റഫറൻസായി സ്വീകരിക്കാനുള്ള ഖുർആനും ഹദീസും അല്ലെങ്കിൽ ചര്യയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ എവിടെ വെച്ചിട്ട് പോയി? ഒറ്റ മറുപടിയുള്ളൂ, സ്വഹാബികളുടെ കയ്യിൽ. ചരിത്രപരമായും വസ്തുതാപരമായും ഒരൊറ്റ മറുപടിയുള്ളൂ. സ്വഹാബത്തിനോട് ചോദിക്കുക, ഖുർആൻ ഏതാ, സുന്നത്ത് ഏതാന്ന് ചോദിച്ചാൽ മാത്രം പോരാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് എന്ന് പറഞ്ഞാൽ അവിടുത്തെ വാക്ക്, അവിടുത്തെ പ്രവൃത്തി, അവിടുത്തെ അനുവാദം. ഇത് മൂന്നും എവിടെ ഉണ്ട്? സ്വഹാബത്തിന്റെ ഓർമ്മയിൽ, സ്വഹാബത്തിന്റെ ജീവിതത്തിൽ, സ്വഹാബത്തിന്റെ ചിന്തയിൽ, സ്വഹാബത്തിന്റെ സാക്ഷിത്വത്തിൽ, അഥവാ സ്വഹാബത്തിൽ ലയിച്ചു കിടക്കുന്നതാണ് സുന്നത്ത്. ഖുർആൻ അത് കൃത്യമായി അവരുടെ ഓർമ്മയിലുള്ളതാണ്. ഖുർആൻ അതിൽ മാറ്റങ്ങളില്ല, വ്യത്യാസങ്ങളില്ല. അപ്പോൾ അന്ത്യനാൾ വരെ ജീവിക്കേണ്ട മുഅ്മിനീങ്ങൾക്ക് ലോകത്ത് സ്വീകരിക്കപ്പെടേണ്ട ഇസ്ലാമിനെ എവിടെ വെച്ചിട്ട് പോയി എന്ന് ചോദിച്ചാൽ ഒറ്റ മറുപടിയേ ഉള്ളൂ, സ്വഹാബത്തിൽ വെച്ചിട്ട്. അങ്ങനെ വെച്ചാൽ മതിയോ? മതി. അതാണ് ഖുർആൻ പറഞ്ഞത്, وَكَذَلِكَ جَعَلْنَاكُمْ أُمَّةً وَسَطًا لِتَكُونُوا شُهَدَاءَ عَلَى النَّاسِ وَيَكُونَ الرَّسُولُ عَلَيْكُمْ شَهِيدًا. അല്ലയോ സഹാബ, ജഅൽനാകും ഉമ്മത്തൻ വസത, നിങ്ങളെ നാം പ്രമാണ സമുദായമാക്കി മാറ്റി. എന്തിനാണ്? ലിതകൂനു ശുഹദാ അലന്നാസ്,
തെളിവാകാൻ വേണ്ടി. നിങ്ങൾ അങ്ങനെ തെളിവാകാൻ പറ്റുന്നവരെന്ന് ആണെന്നുള്ളതാണ്. അതോറിറ്റി ആരാണ് സൈൻ ചെയ്യുക? തങ്ങളാണ് നിങ്ങൾക്ക് സാക്ഷി. അപ്പൊ സ്വഹാബത്തിലാണ് ഇസ്ലാം ഉള്ളത്. ആ സ്വഹാബത്തിൽ നിന്നുള്ള ഇസ്ലാം നിങ്ങൾ ഏറ്റെടുക്കണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. അലൈക്കും ബിസുന്നതി വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ. അപ്പൊ ഈ സലഫികളും നമ്മളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അവരും പറയുന്നു ഖുർആൻ, നമ്മളും പറയുന്നു ഖുർആൻ. വ്യത്യാസം എന്താ? അവര് പറയുന്ന ഖുർആൻ നമ്മൾ നോക്കിയെങ്കിൽ വായിച്ചാൽ മതി. ഹദീസിന്റെ ഏതെങ്കിലും ഒരു കിതാബ് നോക്കി നിങ്ങളങ്ങ് പഠിച്ചാൽ മതി. നമ്മൾ പറയുന്നത് എന്താ? ഖുർആൻ പഠിച്ച് മനസ്സിലാക്കി അനുഭവിച്ചവരിൽ നിന്ന് അതിനെ നേരെ മനസ്സിലാക്കണം. എന്നൊക്കെ തോന്നിയ മാതിരി പറ്റില്ല. ഹദീസിനെ ഉൾക്കൊണ്ടവരിൽ നിന്ന്, മനസ്സിലാക്കിയവരിൽ നിന്ന് അതിന്റെ ആധികാരികതയോടെ ഉൾക്കൊള്ളണം. അതുകൊണ്ടാണ് ശാഫിഈ മദ്ഹബ് പിൻപറ്റുക എന്ന് പറഞ്ഞാൽ ഹദീസ് അല്ലാത്ത വേറെ എന്തെങ്കിലും പിൻപറ്റുക എന്നല്ല. ഇദാ സഹൽ ഹദീസ് ഫദാക മദ്ഹബി. ഇമാം ശാഫിഈ തങ്ങൾ സ്വഹീഹായ ഹദീസിന്റെയും ഖുർആനിന്റെയും അടിസ്ഥാനത്തിലല്ലാതെ ഒന്നും പറഞ്ഞിട്ടില്ല. അങ്ങനത്തെ മഹാന്റെ കൂടെ നമ്മൾ പോകണം. എനിക്കല്ല, ഞാൻ നോക്കിയാലോ എനിക്കെല്ലാം കൊടുത്ത് കിട്ടൂല. അതാണ് പ്രശ്നം. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ആരാണ്? ആ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തിന് നൽകിയ വിജ്ഞാനത്തിന്റെ ഏറ്റവും വലിയ സാക്ഷ്യമാണ്. അതുകൊണ്ടാണ് അബീ ഹനീഫത ലിൽ ഇഫാദ വലൈലു അബീ ഹനീഫത ലിൽ ഇബാദ. എല്ലാ കർമ്മശാസ്ത്രജ്ഞന്മാരും കർമ്മശാസ്ത്ര പണ്ഡിതന്മാരും അബീ ഹനീഫ എല്ലാവരും അബൂ ഹനീഫയുള്ള ഇമാമുൽ അഅ്ളം തങ്ങളാണ് ഒന്ന്. അവിടുത്തെ ശിഷ്യനാണ്, ഒപ്പം ഗുരുവുമാണ്. ആലിം ബഹുമാനപ്പെട്ട ഇമാമു ദാരിൽ ഹിജ്റ മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു. ആ ഇമാം മാലിക് തങ്ങൾക്ക് ഖുർആൻ നന്നായി അറിയാം, ഹദീസ് നന്നായി അറിയാം. അവിടുന്ന് സ്വന്തമായ ഒരു കാര്യവും ഇസ്ലാമിന്റെ പേരിൽ പറയൂലാന്ന് ലോകം മുഴുവനും സാക്ഷിയാണ്. അതുകൊണ്ട് ഇമാം മാലിക് തങ്ങളെ സ്വീകരിക്കാം. അവിടുത്തെ ശിഷ്യനാണ് ആലിമു ഖുറൈശിൻ യംലഉ തിബാഖൽ അർളി ഇൽമാ. ഭൂമണ്ഡലങ്ങൾ മുഴുവനും വിജ്ഞാനം കൊണ്ട് നിറച്ച ഇമാമുന ശാഫിഈ തങ്ങൾ പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരു തെളിവ് ചോദിച്ചപ്പോൾ രാപ്പകല് കൊണ്ട് 2 പ്രാവശ്യം ആവർത്തിച്ച് ഖുർആൻ മുഴുവനും പരിശോധിച്ച് പ്രമാണം പറഞ്ഞ മഹാൻ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു ആണ്. പിന്നെയോ ആ ഇമാമുന ശാഫിഈ തങ്ങളെ നിഴല് പോലെ പിൻപറ്റി 10 ലക്ഷത്തിലേറെ ഹദീസ് മനപ്പാടമുള്ള മഹാനാണ് ബഹുമാനപ്പെട്ട ഇമാം സുന്ന അഹ്മദ് ബിൻ ഹംബൽ ശൈബാനി റളിയല്ലാഹു അൻഹു. 10 ലക്ഷം ഹദീസ് മനപ്പാട. പ്രായം കൊണ്ട് ഏറ്റവും ഇളയ ഇമാമിന്, 4 ഇമാമിങ്ങളിൽ ഏറ്റവും ചെറിയ ആളാ ഇമാം അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ. 10 ലക്ഷത്തിലേറെ ഹദീസ് മനപ്പാട. ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ നിന്ന് 10 ഹദീസ് മനപ്പാടുള്ള ആരുണ്ട്? എന്നിട്ട് നമ്മൾ പറയാം ഞാൻ ഹദീസ് നോക്കി ജീവിക്കും, ഞാൻ ഖുർആൻ നോക്കി ജീവിക്കും. നിങ്ങളൊന്ന് ആലോചിച്ചോക്കെ. ഒരു 10 ഹദീസ് പോലും മനപ്പാടമില്ലാത്ത, ചിലപ്പോ 10 ഹദീസ് പോലും വായിക്കാൻ അറിയാത്ത നമ്മൾ എങ്ങനെ ഹദീസ് നോക്കി ജീവിക്കും? അപ്പൊ നമുക്കുള്ള മാർഗം എന്താ? ഇതെല്ലാം ആധികാരികമായി പഠിച്ച ഇമാം എന്ത് പറഞ്ഞു അതനുസരിച്ച് ജീവിച്ചാൽ ഖുർആനും സുന്നത്തിനും അനുസരിച്ചായിരിക്കും നമ്മുടെ ജീവിതം. ഇമാമുന ശാഫിഈ തങ്ങൾ പറഞ്ഞ അനുസരിച്ച് ജീവിച്ചാൽ പേടിക്കണ്ട. ഇമാമുന ശാഫിഈ തങ്ങൾ ഖുർആനും ഹദീസും അനുസരിച്ചേ പറഞ്ഞിട്ടുള്ളൂ. അബൂ ഹനീഫ ഇമാം തങ്ങൾ പറഞ്ഞ അനുസരിച്ച് ജീവിച്ചാൽ പേടിക്കണ്ട. മഹാനവറുകൾ ഖുർആനും ഹദീസും അനുസരിച്ച് മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. ഇമാം മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് കേട്ടാൽ അവിടുന്ന് ഖുർആനും ഹദീസും അനുസരിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പേടിക്കേണ്ട ആവശ്യമില്ല. ഇതാണ് വസ്തുത. ഇപ്പൊ ഇവര് പറയണ എന്താ? അങ്ങനെ ഒരാളുടെ പിന്നാലെ പോണ്ട,
ഖുർആൻ പരിഭാഷ കിട്ടൂലേ, വാങ്ങുക. ഹദീസിന്റെ ബുക്ക് കിട്ടൂലേ, വാങ്ങുക. അത് രണ്ടും നോക്കിയിട്ട് ജീവിക്കുക. ഇത് സാധാരണക്കാരുടെ മേലിൽ പൊട്ടീസാക്കണ എന്തിനാ? ഇവിടെ ഉള്ള എല്ലാവരും ഇപ്പൊ പരിഭാഷ വാങ്ങി വായിച്ചിട്ടും ഹദീസ് നോക്കി വായിച്ചിട്ടും ജീവിക്കുന്നല്ല. ഞങ്ങൾക്ക് നേരെ ഇല്ലാത്തതുകൊണ്ട് ഇത് പറഞ്ഞ മൗലവി പറഞ്ഞ മാതിരി ഞങ്ങളങ്ങ് ജീവിച്ചോളും. അപ്പൊ നമ്മുടെ അനുയായികളാക്കി എടുക്കാം, ഷാഫി ഇമാമിന്റെ അനുയായി ആക്കേണ്ട ആവശ്യമില്ല. ഈ അല്പന്മാരുടെ പ്രയോഗം ഇതാണ്. അല്ലാതെ ഇവിടെ ഇപ്പൊ എത്ര ആളാ ഇപ്പൊ ഖുർആൻ വായിച്ചിട്ടുള്ളത്? ഇനി സലഫി പ്രസ്ഥാനത്തെ തന്നെ എത്ര ആളാ ഖുർആൻ പരിഭാഷ ഫുള്ള് വായിച്ചത്? അപ്പൊ ഇത് പറഞ്ഞപ്പോഴോ കലിമത്തു ഹഖിൻ പറഞ്ഞപ്പോ നല്ല കാര്യമാണ്, ഉരീദ ബിഹൽ ബാത്തിൽ, ഉദ്ദേശം അയാളുടെ അനുയായിയാക്കി എടുക്കലാണ്. അതുകൊണ്ട് നമ്മൾ കാര്യബോധത്തോടെ ജീവിക്കണം. അള്ളാഹുവിന് പങ്കുകാരായി ഒന്നുമില്ല. ഖാലിഖും മാലിക്കും അള്ളാഹു മാത്രം. ഞങ്ങളെ തുണ്ടം തുണ്ടമായി വെട്ടിയിട്ടാലും ഓരോ കഷ്ണങ്ങളും വിളിച്ചു പറയും ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതാണ് ഞങ്ങളുടെ ഈമാൻ, ഇൻഷാ അല്ലാഹ്. എന്നിട്ട് നമ്മളെ കുറിച്ചാ പറയണത് മുശ്രിക്കീങ്ങളാ, പങ്കാളികളെ ആരോപിച്ചോരാ. പോയി പണി നോക്കണമെന്നല്ലേ അവരോട് പറയേണ്ടത്? അപ്പൊ പിന്നെ മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ആരാ? അള്ളാഹുവിന്റെ അടിമയാണ്, ദാസനാണ്, ജനിച്ചു മരിച്ച മനുഷ്യനാണ്. പിന്നെന്താ വ്യത്യാസം? നമ്മളെ മാതിരി കച്ചറ കളിച്ചാണെന്നല്ല. അവരല്ലാഹുവിനെ അനുസരിച്ച് ചിട്ടയോടെ ജീവിച്ചപ്പോൾ അള്ളാഹു അവരെ ആദരിച്ചു, ഒരുപാട് ബഹുമാനങ്ങൾ നൽകി. അപ്പോഴാണ് വലിയുല്ലാഹി ആയത്, അപ്പോഴാണ് ഗൗസുൽ ആളമായത്, അപ്പോഴാണ് ഖുത്ബുൽ അഖ്താബായത്. അതുകൊണ്ട് പിന്നെ ചില ആളുകൾ ഇസ്ലാമിന്റെ സംജ്ഞകളെ അമിതമായി പ്രയോഗിച്ച് സാധാരണക്കാർക്ക് ഇത് വേർതിരിച്ചറിയാൻ പറ്റാത്ത വിധം പ്രയോഗിക്കുന്നവരോട് സൂക്ഷിക്കാൻ പണ്ഡിതന്മാർ പറയും. അവരെ ഇനി കറാമത്ത് വിരോധികളും മുഅ്ജിസത്ത് നിഷേധികളും ഒന്നും ആക്കേണ്ട ആവശ്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കിനാവിൽ കണ്ടവരുണ്ട്, അവിടുത്തെ സന്നിധിയിൽ ചെന്ന് ആത്മീയമായി അനുഭവിച്ചവരുണ്ട്. ഞാൻ ഇന്ന് മഗ്‌രിബ് നിസ്കരിച്ചിറങ്ങിയപ്പോൾ ഒരു സഹോദരൻ പറഞ്ഞു, നിങ്ങളുടെ സ്വപ്നത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ, അതൊന്ന് സൂചിപ്പിക്കണം എന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ച് അവിടുത്തെ തിരുചര്യകളെ അനുകരിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആത്മീയമായി അനുഭവിക്കാൻ കഴിയും. അത്തരം അനുഭവം ലഭിച്ച ഒരു മഹാന്റെ കഥയാണ് ഞാൻ പറഞ്ഞത്. അത് ഒരാൾക്കല്ല, ആയിരക്കണക്കിന് മഹാന്മാര് അനുഭവിച്ചു പോയി. ചിലപ്പോൾ കനവിലൂടെ ആകാം, ചിലപ്പോൾ നിലവിലൂടെ ആകാം, ചിലപ്പോൾ മദീനയിൽ ചെന്നപ്പോഴാകാം. എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ച് സ്വലാത്തു ചൊല്ലുന്ന ഒരാൾ സ്വലാത്തു ചൊല്ലാതെ കിടന്നാൽ രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിട്ട് ചിലപ്പോൾ ചോദിച്ചേക്കാം, എന്താ മോനെ സ്വലാത്ത് മറന്നുപോയോ എന്ന്. അതെന്താ കാരണം? ബിലാൽ റളിയല്ലാഹു അൻഹു മദീനയിൽ നിന്നങ്ങ് പോയി. എന്താ പോകാൻ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇല്ലാത്ത മദീനയിൽ ജീവിക്കാൻ ബിലാൽ തങ്ങൾക്ക് കഴിയുന്നില്ല. സിറിയയിൽ പോയി, ഷാമിൽ. ഒരു ദിവസം രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിട്ട് ചോദിച്ചു, മാ ഹാദിഹിൽ ജഫ്വത്തു യാ ബിലാൽ, എന്ത് പിണക്കായത്, മദീനത്തേക്കൊന്നും വരണില്ലേ? അപ്പൊ തന്നെ പുറപ്പെട്ടു, മദീനയിലേക്ക് വന്നു. ഇത് ആത്മീയമായി അനുഭവിക്കുന്നവർക്ക് പറയാനുള്ള കാര്യമാണ്. ഇത് സ്വഹാബികൾക്ക്, താബിഉകൾക്ക്, ഔലിയാക്കൾക്കും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കനവിൽ കണ്ടവർ, നിലവിൽ കണ്ടവർ, അവിടുത്തെ ആത്മീയ സാന്നിധ്യം അനുഭവിച്ചവർ, അത് അനുഭവിച്ചവർക്ക് അതിന്റെ മധുരം ഉണ്ടാവും. പറഞ്ഞു കേട്ടാൽ അത്ര മധുരം ഉണ്ടാവില്ല. പക്ഷെ അവരെ ഇഷ്ടം വെച്ചുകൊണ്ടും താല്പര്യം വെച്ചുകൊണ്ടാണെങ്കിൽ അതിനോട് മഹബത്ത് ഉണ്ടാവും. അതേ സമയത്ത് ഇതെന്താപ്പോ എന്ന് ചോദിച്ചാൽ അത് അനുഭവിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമാണ് എന്നേ അവരോട് പറയാനുള്ളൂ.